നമസ്കാരം. പ്രധാന വാർത്തകൾ നോക്കാം. മണ്ണാർക്കാട് നഗരസഭയിൽ ഗുണഭോക്തൃ ലിസ്റ്റിൽ ഉൾപ്പെട്ട മുഴുവൻ കുടുംബങ്ങൾക്കും വീട് അനുവദിക്കാൻ കൗൺസിൽ തീരുമാനം. ഗുണഭോക്തൃ പട്ടികയ്ക്ക് സർക്കാർ അനുമതി വൈകുന്ന സാഹചര്യത്തിലാണ് പ്രഖ്യാപനം. ഭവന നിർമ്മാണത്തിനുള്ള തുക പൂർണ്ണമായും നഗരസഭ നേരിട്ട് വഹിക്കും. നിപ കരിമ്പുഴ പഞ്ചായത്തിൽ ഭക്ഷ്യക്കിറ്റ് വിതരണവുമായി ബന്ധപ്പെട്ട ക്രമക്കേടിൽ പഞ്ചായത്തിന് പങ്കില്ലെന്ന് പ്രസിഡന്റ്. കണ്ടെയ്ൻമെന്റ് സോണുകളിലെ എല്ലാ കുടുംബങ്ങൾക്കും ഭക്ഷ്യധാന്യ കിറ്റ് നൽകാൻ ആവശ്യപ്പെട്ടിരുന്നു. തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ രാഷ്ട്രീയ പ്രേരിതമെന്നും പ്രസിഡന്റ് KM ഹനീഫ. അലനല്ലൂർ കണ്ണംകുണ്ട് പാലം യാഥാർത്ഥ്യത്തിലേക്ക്. ഈ ഡിസംബർ മാസത്തോടെ പ്രവൃത്തികൾ ആരംഭിക്കാനാകുമെന്ന് N ഷംസുദ്ദീൻ MLA. സ്ഥലം ഏറ്റെടുക്കുന്നതിന്റെ ഭാഗമായി MLAയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും പ്രദേശം സന്ദർശിച്ചു. ഇന്ത്യയിൽ മതന്യൂനപക്ഷങ്ങൾ ഒരുമിച്ച് നിൽക്കേണ്ട കാലമാണിതെന്ന് MES ചെയർമാൻ ഡോക്ടർ ഫസൽ ഗഫൂർ. തന്നേക്കാൾ വലുതാണ് നേരിടാൻ പോകുന്ന ശക്തിയെന്ന് തിരിച്ചറിയണം. മണ്ണാർക്കാട് തത്തേങ്ങലത്ത് പുള്ളിപ്പുലിയെ ചത്ത നിലയിൽ കണ്ടെത്തി. കുന്തിപ്പുഴയിലാണ് അഴുകിയ നിലയിൽ ജഡം കണ്ടത്. സൈലന്റ് വാലിയിൽ നിന്നും ഒഴുകി വന്നതാവാമെന്ന നിഗമനം. വിശദമായ വാർത്തകളിലേക്ക്. മണ്ണാർക്കാട് നഗരസഭയിലെ ഗുണഭോക്തൃ ലിസ്റ്റിലെ മുഴുവൻ പേർക്കും വീട് അനുവദിക്കാൻ കൗൺസിൽ യോഗം തീരുമാനിച്ചു. ഗുണഭോക്താക്കളുടെ പട്ടിക സർക്കാരിന് നൽകി 1 വർഷം കഴിഞ്ഞിട്ടും അനുമതി ലഭിക്കാത്ത സാഹചര്യത്തിലാണ് തീരുമാനം. ഒരു വാർഡിൽ കുറഞ്ഞത് 5 വീടുകൾ വീതം അനുവദിക്കും. വീട് നിർമ്മാണത്തിന് ആവശ്യമായ 4 ലക്ഷം രൂപ നഗരസഭ നൽകാനും തീരുമാനമായി. 142 പേർക്ക് വീട് അനുവദിക്കുന്നതിനുള്ള DPR സർക്കാരിന് 1 വർഷം മുമ്പ് നൽകിയിരുന്നു. എന്നാൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലെ ധാരണാപത്രത്തിൽ ഒപ്പുവയ്ക്കാത്തത് കാരണം അനുമതി ലഭിച്ചില്ല. ഈ സാഹചര്യത്തിലാണ് ഭവന നിർമ്മാണത്തിനുള്ള തുക പൂർണ്ണമായും നഗരസഭ നേരിട്ട് വഹിക്കാൻ തീരുമാനിച്ചത്. നേരത്തെ നൽകിയ DPRൽ ചില വാർഡുകൾ ഉൾപ്പെട്ടിട്ടില്ല. ഇവരെ കൂടി ഉൾപ്പെടുത്തി ഒരു വാർഡിൽ കുറഞ്ഞത് 5 വീടെന്ന കണക്കിൽ 165 വീടുകളാണ് അനുവദിക്കുന്നത്. ഇതിന് 6.6 കോടി രൂപ ചെലവ് വരും. തനത് ഫണ്ടിൽ നിന്ന് ആദ്യ ഗഡു 40,000 രൂപ ഉടൻ വിതരണം ചെയ്യും. ബാക്കി തുക കേരള അർബൻ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ഫിനാൻസ് കോർപ്പറേഷനിൽ നിന്നോ ഹഡ്കോയിൽ നിന്നോ വായ്പ എടുക്കും. മുൻ ഭരണസമിതി നൽകിയ 800ഓളം വീടുകളുടെ വായ്പ ഈ ഭരണസമിതിയാണ് അടച്ചു തീർത്തത്. കൂടാതെ 87 വീടുകൾ അനുവദിക്കുകയും ചെയ്തു. ഇതിനു പുറമെയാണ് 165 വീടുകൾ അനുവദിക്കുന്നതെന്ന് അധ്യക്ഷൻ മുഹമ്മദ് ബഷീർ പറഞ്ഞു. നമ്മള് ചെയ്തത് 700 ചില്ലാനം വീടുകള് നഗരസഭ കൊടുത്തപ്പോ, മുൻ ഭരണസമിതി കൊടുത്തപ്പോ അതിന്റെ മുഴുവൻ കടവും തീർത്തത് ഈ ഭരണസമിതിയാണ്. 87 വീടുകൾ പുതുതായിട്ട് ഈ ഭരണസമിതി വന്നിട്ട് കൊടുത്തു. അതിനുശേഷം ഈ DPR ഉണ്ടാക്കിയിട്ട് നമ്മള് സർക്കാരിലേക്ക് ഇതിന്റെ അനുമതിക്ക് കുടുംബശ്രീ മിഷൻ ഇത് കൊടുത്തിട്ട് 1 വർഷമായി. നമ്മളെ തീരുമാനം എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. അപ്പൊ ഒരു നിലക്കും 2 സർക്കാരും തമ്മിൽ ഇത് യോജിച്ച് പോകില്ല. നമുക്ക് ഇത് ലൈഫ് ഒരിക്കലും PMAYക്ക് മാറ്റാൻ കഴിയില്ല എന്ന് ഇപ്പൊ ബോധ്യമായതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിത് മുഴുവൻ കൊടുക്കാൻ തീരുമാനിക്കുകയാണ്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം കൂടി, ഹാപ്പിനെസ് പാർക്കിന് വെച്ച ഫണ്ട് 3.5 കോടി രൂപ ഇല്ല. അതില് പറയട്ടെ, 2 കോടി രൂപയാണ് അതിലുള്ളത്. 1 കോടി രൂപയാണ് ഇപ്പൊ മണ്ണാർക്കാട് നഗരസഭ അനുവദിച്ചത്. 1 കോടി രൂപ MLAയുടെ ഫണ്ടാണ്. അത് നമുക്ക് ഇതിലേക്ക് മാറ്റാൻ കഴിയില്ല. അപ്പൊ അത് അതിന്റെ വഴിക്ക് പോട്ടെ. അതേസമയം 5 വർഷമായി വീട് അനുവദിക്കാതെ ഇപ്പോൾ പ്രഖ്യാപനം നടത്തുന്നത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണെന്ന് CPM കൗൺസിലർ K മൻസൂർ സഭയിൽ പറഞ്ഞു. നിപ കണ്ടെയ്ൻമെന്റ് സോണുകളിലെ ഭക്ഷ്യക്കിറ്റ് വിതരണവുമായി ബന്ധപ്പെട്ട് കരിമ്പുഴ പഞ്ചായത്ത് വിവേചനം കാണിച്ചിട്ടില്ലെന്ന് പ്രസിഡന്റ് KM ഹനീഫ. ഇതുമായി ബന്ധപ്പെട്ട് തനിക്കെതിരെ ഉയരുന്ന ആരോപണങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണെന്നും കണ്ടെയ്ൻമെന്റ് സോണിൽ ഉൾപ്പെട്ട മുഴുവൻ കുടുംബങ്ങൾക്കും കിറ്റ് നൽകാനാണ് താൻ ആവശ്യപ്പെട്ടതെന്നും പ്രസിഡന്റ് പറഞ്ഞു. നിപ ബാധിച്ച് കുമരംപുത്തൂരിൽ ഒരാൾ മരണപ്പെടുകയും തച്ചനാട്ടുകരയിൽ ഒരാൾക്ക് നിപ സ്ഥിരീകരിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ കരിമ്പുഴ പഞ്ചായത്തിൽ കണ്ടെയ്ൻമെന്റ് സോണിൽ ഉൾപ്പെട്ട 17, 18 വാർഡുകളും പിന്നീട് 4, 6, 7 എന്നീ വാർഡുകളും അടച്ചിട്ടിരുന്നു. ആദ്യം തച്ചനാട്ടുകരയിൽ നിപ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ ജൂലൈ 10 തന്നെ ഭക്ഷ്യധാന്യ കിറ്റ് വിതരണം ചെയ്യണമെന്നാവശ്യപ്പെട്ട് കളക്ടർക്കും മറ്റ് ബന്ധപ്പെട്ടവർക്കും കത്ത് നൽകിയിരുന്നു. എന്നാൽ 17, 18 ജനങ്ങൾക്ക് കിറ്റുകൾ ലഭ്യമായിരുന്നില്ല. പിന്നീട് 4, 6, 7 വാർഡുകളിൽ ജനങ്ങൾക്ക് കിറ്റ് നൽകുവാൻ ആവശ്യപ്പെടുകയും MLA ഇടപെട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും കിറ്റിനായി ഫണ്ട് പാസാക്കുമെന്നും പറഞ്ഞിരുന്നു. 4, 6, 7 വാർഡുകളിലെ ജനങ്ങൾക്ക് റേഷൻ കടകൾ വഴി കിറ്റുകൾ ലഭ്യമാവുകയും ചെയ്തിരുന്നു. എന്നാൽ കണ്ടെയ്ൻമെന്റ് സോണുകൾ അടച്ചപ്പോൾ 3 കിലോമീറ്റർ ചുറ്റളവിലുള്ള 8, 9, 10 വാർഡുകളിലെ ആളുകളും ഉൾപ്പെട്ടിരുന്നു. വാർഡ് 7ലെ കുറച്ചുപേർ 3 കിലോമീറ്റർ അപ്പുറത്തായതിനാൽ കണ്ടെയ്ൻമെന്റ് സോണിൽ ഉൾപ്പെടാതിരിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ കിറ്റുകൾ നൽകാൻ ഓർഡർ വന്നപ്പോൾ അത് 4, 6, 7 വാർഡുകളിൽ നൽകാനാണ് തീരുമാനിച്ചിരുന്നത്. കണ്ടെയ്ൻമെന്റ് സോണിൽ ഉൾപ്പെട്ട 8, 9, 10 വാർഡുകളിലെ കുറച്ചു വീടുകൾക്ക് കിറ്റ് നൽകാൻ കഴിഞ്ഞില്ല. ഇതിനു പുറമെ കണ്ടെയ്ൻമെന്റ് സോണിൽ പെടാത്ത 7-ാം വാർഡിലെ കുറച്ചു വീടുകൾക്ക് കിറ്റ് ലഭ്യമാവുകയും ചെയ്തു.
ഈ സാങ്കേതിക പ്രശ്നം ചൂണ്ടിക്കാട്ടി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് കത്ത് നൽകുകയും ചെയ്തിരുന്നു. കിറ്റ് ലഭ്യമാവാത്ത ജനങ്ങൾ പഞ്ചായത്തിനെയും പ്രസിഡന്റിനെയും കുറ്റപ്പെടുത്തുകയാണ്. പ്രസിഡന്റ് എന്ന രീതിയിൽ കിറ്റുകൾ നൽകുവാൻ താൻ കത്തുകൾ അയച്ചിട്ടുണ്ടെന്നും അതിന്റെ രേഖകൾ കൈവശമുണ്ടെന്നും കെ.എം. ഹനീഫ പറഞ്ഞു. 3 കിലോമീറ്റർ ചുറ്റളവിലുള്ള ഭാഗങ്ങളെല്ലാം കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിക്കേണ്ടായി. അങ്ങനെ കണ്ടെയ്ൻമെന്റ് സോണായി തച്ചനാട്ടുകരയിൽ പ്രഖ്യാപിച്ചപ്പോൾ കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ 17-18 വാർഡുകൾ കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചു. 10-13 ദിവസത്തോളം അടച്ചിടുകയും ചെയ്തു. പിന്നീടാണ് കുമരംപുത്തൂരിൽ ഒരു ആൾക്ക് നിപ്പ ബാധിച്ച് മരണപ്പെടുന്നത്. അതിന്റെ ഭാഗമായി 4, 6, 7 എന്നീ വാർഡുകൾ കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിൽ അടച്ചിടേണ്ടായി. ആ അടച്ചിട്ട് അന്ന് സമയത്ത് നമ്മൾ അവരെ ഈ അടച്ചിട്ട ആളുകളെല്ലാം തന്നെ അതിനകത്ത് സാധാരണ കൂലി തൊഴിലാളികളാണ്, കൂലിപ്പണിക്ക് പോകുന്ന പാവപ്പെട്ടവരാണെന്ന് പറഞ്ഞ് ഈ തച്ചനാട്ടുകര ഉണ്ടായപ്പോൾ തന്നെ 10/7 ഞാൻ കളക്ടർക്കും ബന്ധപ്പെട്ട അധികാരികൾക്കും സർക്കാരിനുമൊക്കെ അവർക്ക് ഓരോ കിറ്റ്, ഭക്ഷ്യധാന്യ കിറ്റ് നൽകണം എന്ന് പറയണ്ടായി. പക്ഷേ ഈ 17-18 ആളുകൾക്ക് ആരും തന്നെ കിറ്റ് കൊടുത്തില്ല. പിന്നീട് വന്ന കുമരംപുത്തൂർ ഉണ്ടായതിന് പ്രകാരം വന്ന 4, 6, 7 വാർഡുകൾ, ആ വാർഡുകളിലെ ആളുകൾക്ക് കിറ്റ് കൊടുക്കാൻ വേണ്ടി ഇതേപോലെ ഞാൻ വീണ്ടും അഭ്യർത്ഥിച്ചിരുന്നു. അപ്പോൾ അതിന് പ്രകാരം MLA ഇടപെട്ടു. MLA മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ഇവർക്ക് ഭക്ഷ്യധാന്യ കിറ്റ് കൊടുക്കുന്നതിന് വേണ്ടി ഫണ്ട് പാസ്സാക്കിയിട്ടുണ്ട് എന്നും അത് അവർക്ക് കൊടുക്കുമെന്നും പറയണ്ടായി. അതിന് പ്രകാരം ഈ 4, 6, 7 വാർഡുകളിലെ ആളുകൾക്ക് റേഷൻ കാർഡ്, റേഷൻ ഷോപ്പ് വഴി റേഷൻ കാർഡിൽ രേഖപ്പെടുത്തിയിട്ട് കിറ്റ് കൊടുത്തു. പക്ഷെ ഇപ്പോൾ ഒരു വൈരുദ്ധ്യം വന്നത് എന്തെന്ന് ചോദിച്ചാൽ, നമുക്ക് ഈ 3 കിലോമീറ്റർ ചുറ്റളവിലുള്ള ആളുകളെ മുഴുവൻ കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചപ്പോൾ ആ 3 കിലോമീറ്റർ ചുറ്റളവിൽ 6, 7 വാർഡ് മാത്രമല്ല, അതിൽ 8-ാം വാർഡ്, 9-ാം വാർഡ്, 10-ാം വാർഡ്, ഈ 3 വാർഡ് കൂടെ അതിനകത്ത് വന്നു. അവരെല്ലാം കണ്ടെയ്ൻമെന്റ് സോണിലായിരുന്നു. അവരെല്ലാം തന്നെ 10 ദിവസം അടച്ചിടപ്പെട്ടവരാണ്. പക്ഷേ കിറ്റ് വന്നപ്പോൾ 6, 7, 4 വാർഡുകളിലെ ആളുകൾക്ക് മാത്രമാണ് കിറ്റ് കൊടുത്തത്. അതും പൂർണ്ണമായി കൊടുത്തില്ല. പൂർണ്ണമായി BPLകാർക്ക് മുഴുവൻ കൊടുക്കാൻ കഴിഞ്ഞില്ല. അതിൽ പകുതി കൊടുത്തു, പകുതി കൊടുത്തിട്ടില്ല എന്നുള്ള നിലയ്ക്കാണ്. പക്ഷെ ഇപ്പോൾ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ 6, 7, 4 വാർഡുകളിലെ ആളുകൾ കിറ്റ് വാങ്ങിയപ്പോൾ അതേ പ്രദേശത്ത് കണ്ടെയ്ൻമെന്റ് സോണിൽ ഉണ്ടായിരുന്ന 8, 9, 10 വാർഡിലെ ആളുകൾക്ക് കിറ്റ് ലഭ്യമായിട്ടില്ല. അപ്പോൾ അവര് പ്രശ്നം ഉണ്ടാക്കുകയാണ്. എന്ന് പറഞ്ഞാൽ അവര് പറയണം, ഞങ്ങൾ മനുഷ്യന്മാരല്ലേ, ഞങ്ങൾക്ക് കിറ്റ് എന്തുകൊണ്ട് ലഭിക്കുന്നില്ല എന്നുള്ള ചോദ്യം. ആ ചോദ്യം വന്നപ്പോൾ രാഷ്ട്രീയപരമായി പഞ്ചായത്ത് പ്രസിഡന്റിനെ ഇകഴ്ത്തി കാണിക്കുക എന്ന ഒരു മനോഭാവത്തോടെയാകാം അവർ പറയുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് കത്തയക്കാത്തത് കാരണമാണ് എന്നാണ്. പക്ഷെ ഞാൻ 10/7 തന്നെ തച്ചനാട്ടുകരയിൽ ഉണ്ടായപ്പോൾ തന്നെ ഞാൻ കത്തയച്ചതാണ്. അതിന്റെ രേഖകൾ എൻ്റെ കൈവശമുണ്ട്. ഞാനത് പത്രക്കാർക്ക്, മാധ്യമക്കാർ, സുഹൃത്തുക്കൾക്ക് നൽകുകയും ചെയ്യാം. പിന്നെ അതിലും വലിയൊരു വിരോധാഭാസം എന്ന് പറയുന്നത് 7-ാം വാർഡിലെ മുഴുവൻ ആളുകൾക്ക് കൊടുക്കുമ്പോൾ 7-ാം വാർഡിന്റെ ഒരു ഭാഗം കണ്ടെയ്ൻമെന്റ് സോണിന്റെ പുറത്താണ്. അവിടെയുള്ള ആളുകൾക്ക് കൊടുത്തു. കണ്ടെയ്ൻമെന്റ് സോണിലുള്ള 8, 9, 10 വാർഡുകളിൽ കൊടുത്തിട്ടില്ല. ഞാനത് പല ഉദ്യോഗസ്ഥന്മാരുമായും ഒക്കെ സംസാരിച്ചു. സപ്ലൈകോ ഓഫീസർക്ക് ഇവരുടെ 8, 9, 10 ആളുകളുടെ പേരും റേഷൻ കാർഡ് നമ്പർ ഉൾപ്പെടെ ഞാൻ അവർക്ക് കിറ്റ് നൽകണമെന്ന് അഭ്യർത്ഥിച്ച് അവർക്ക് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടും അവർക്ക് കിറ്റ് ലഭ്യമായിട്ടില്ല. രാഷ്ട്രീയപരമായി അത് മുതലെടുക്കാൻ നമ്മുടെ രാഷ്ട്രീയ എതിരാളികൾ ശ്രമിക്കുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇന്നും രാവിലെ ഞാൻ ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കളക്ടറെ വിളിച്ചു. പക്ഷെ എനിക്ക് നേരിൽ കിട്ടിയിട്ടില്ല. MLAയും വിളിച്ചു. MLA ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വിളിച്ചപ്പോൾ MLA പറഞ്ഞത്, ഇത് റേഷൻ കട വഴി കൊടുക്കുമ്പോൾ ഏതാണ് അതിന്റെ സോൺ എന്ന് നിശ്ചയിക്കുന്നത് ജില്ലാ കളക്ടറാണ് എന്നാണ്. ആ ജില്ലാ കളക്ടർ നിശ്ചയിച്ചെടുത്ത പാകപ്പഴമാണ് എന്നാണ് പറയുന്നത്. ഭക്ഷ്യക്കിറ്റ് വിതരണത്തിലെ ക്രമക്കേടുകൾ ചൂണ്ടിക്കാട്ടി ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിയിരുന്നു. എന്നാൽ കിറ്റുകൾ അർഹരായവരുടെ കൈകളിൽ എത്തിയില്ല എന്നതാണ് വാസ്തവം. MLAയുമായി നടത്തിയ ചർച്ചയിൽ റേഷൻ കടകൾ വഴി വിതരണം ചെയ്യുന്ന കിറ്റുകൾ ജില്ലാ കളക്ടറുടെ തീരുമാനപ്രകാരമാണ് സോണുകളിൽ എത്തുന്നതെന്നാണ് പറഞ്ഞത്. അവിടെയുണ്ടായ പാകപ്പിഴവാകാം ഇതിന് കാരണമെന്നും കെ.എം. ഹനീഫ ചൂണ്ടിക്കാട്ടി. മണ്ണാർക്കാട് തത്തേങ്ങലം വനത്തിൽ കുരുത്തിച്ചാലിന് താഴെ കുന്തിപ്പുഴയോരത്ത് പുള്ളിപ്പുലിയുടെ ജഡം കണ്ടെത്തി. ഒരാഴ്ച പഴക്കം തോന്നിക്കുന്നതാണ് ജഡം. പുലിയുടെ പിൻകാലുകളും ആന്തരിക അവയവങ്ങളും അഴുകിപ്പോയ നിലയിലാണ്. വനപാലകർ സ്ഥലത്തെത്തി. തത്തേങ്ങലം താന്നിയങ്കാട് ഭാഗത്താണ് പുലിയുടെ ജഡം കണ്ടെത്തിയത്. പുഴയിലെ മലവെള്ളപ്പാച്ചിലിൽ ഒഴുകിയെത്തിയ മരത്തിൽ തങ്ങിയ നിലയിലാണ്. വയറിന്റെ പകുതി ഭാഗവും പിൻകാലുകളും അറ്റുപോയിട്ടുണ്ട്. വാൽ നഷ്ടപ്പെട്ടിട്ടില്ല. പൂർണ്ണ വളർച്ചയെത്തിയ പുലിയാണെന്നാണ് പ്രാഥമിക പരിശോധനയിൽ വ്യക്തമായത്. സൈലന്റ് വാലി ബഫർ സോണിൽ മണ്ണാർക്കാട് റേഞ്ച് പരിധിയിലാണ് ജഡമുള്ളത്. മഴ ശക്തമായിരുന്ന കഴിഞ്ഞയാഴ്ച ഈ ഭാഗത്തെല്ലാം വെള്ളം കയറിയിരുന്നു.
നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി നിർദ്ദേശിക്കുന്ന മാനദണ്ഡപ്രകാരം പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കുമെന്ന് വനം വകുപ്പ് അധികൃതർ അറിയിച്ചു. മണ്ണാർക്കാട് ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ മുഹമ്മദ് അഷ്റഫ്, ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ ഗ്രേഡ് പുരുഷോത്തമൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള വനപാലക സംഘം സ്ഥലത്തെത്തി. എൻ ഷംസുദ്ദീൻ MLAയുടെ 1.5 പതിറ്റാണ്ടിന്റെ പരിശ്രമം. അലനല്ലൂർ കണ്ണംകുണ്ട് പാലം യാഥാർത്ഥ്യത്തിലേക്ക്. പ്രതിസന്ധികളെല്ലാം നീങ്ങി ഈ ഡിസംബർ മാസത്തോടെ പ്രവൃത്തികൾ ആരംഭിക്കാനാകുമെന്ന് MLA പറഞ്ഞു. PWD, ബ്രിഡ്ജസ്, റവന്യൂ, കൃഷി വിഭാഗങ്ങൾ MLAയോടൊപ്പം സ്ഥലം സന്ദർശിച്ചു. നാട്ടുകാരുടെ ചിരകാല സ്വപ്നമാണ് വെള്ളിയാറിന് കുറുകെ കണ്ണംകുണ്ടിൽ പുതിയ പാലം. ഓരോ ബജറ്റിലും പ്രതീക്ഷയർപ്പിച്ചുള്ള ഇവരുടെ കാത്തിരിപ്പിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. എൻ ഷംസുദ്ദീൻ MLAയുടെ നീണ്ട 14 വർഷത്തെ ശ്രമത്തിനൊടുവിൽ കണ്ണംകുണ്ടിൽ പാലം യാഥാർത്ഥ്യമാകാൻ പോകുന്നു. 2017 ഭൂവുടമകൾ സ്ഥലം വിട്ടു നൽകിയതുമായി ബന്ധപ്പെട്ടുള്ള സമ്മതപത്രം പുതുക്കുന്നതിനായി PWD, ബ്രിഡ്ജസ് വിഭാഗം, റവന്യൂ, കൃഷി വിഭാഗങ്ങൾ എന്നിവർ MLAയോടൊപ്പം ബുധനാഴ്ച സ്ഥലത്തെത്തി. ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത് അധികൃതരും ഒപ്പമുണ്ടായിരുന്നു. സ്ഥലം വിട്ടു നൽകുന്നവരുടെയും പ്രദേശവാസികളുടെയും സംശയങ്ങളും ആശങ്കകളും MLAയും ഉദ്യോഗസ്ഥരും ദൂരീകരിച്ചു. കഴിഞ്ഞ 3 ബജറ്റുകളിലായി 12.5 കോടിയോളം രൂപ ബജറ്റിൽ പാലത്തിനായി നീക്കിവച്ചിരുന്നു. സ്ഥലം ഏറ്റെടുപ്പ് കൂടി പൂർത്തിയാകുമ്പോൾ 14 കോടിയിലധികം രൂപ ചിലവ് വരുമെന്നാണ് കണക്കാക്കുന്നതെന്ന് MLA പറഞ്ഞു. സാങ്ഷൻ ആയിട്ടുള്ള എമൗണ്ടിൻ്റെ കൂടെ ഈ ഭൂവുടമകൾക്ക് കൊടുക്കാനുള്ള നഷ്ടപരിഹാരം കൂടി കൂട്ടിച്ചേർക്കണം. അങ്ങനെ വരുമ്പോൾ വീണ്ടും 14 കോടി ചില്ലറ, 14.14, അതായത് 14 കോടി പിന്നെ 14,000, 14 കോടി 14 ലക്ഷം കൂടി ആയിട്ട് ഇതിൻ്റെ സംഖ്യ ഉയരും. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും 13 AS ഉണ്ടെങ്കിൽ പിന്നെ അത് ഗവൺമെൻറ്റിന് വിഷയമല്ല, ചെറിയ പെർസെൻറ്റേജാണ്. അത് പിന്നീട് 10% തരാൻ ഗവൺമെൻറ് എപ്പോഴും ബില്ലിങ്ങാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും അതൊന്നും തടസ്സമാവില്ല. ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ഉദ്ദേശം. ഇത് എത്രയും പെട്ടെന്ന് ഈ നടപടിക്രമങ്ങൾ പൂർത്തിയായി. ഇപ്പോൾ AS ഉണ്ട്, AS ഈ എക്സസ് എമൗണ്ടും കൂടി ചേർക്കേണ്ട കാര്യമുള്ളൂ. 10 കോടിക്ക് AS ഉണ്ട്, അത് 14 കോടി അല്ലെങ്കിൽ 13 കോടിക്ക് ആക്കേണ്ട കാര്യമുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ TS എന്നുള്ളതാണ് അതിൻ്റെ നടപടിക്രമം. ബ്രിഡ്ജസ് ഡിപ്പാർട്ട്മെൻറ്റ് വളരെ സ്പീഡിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ പ്ലാനും എസ്റ്റിമേറ്റും ഒക്കെ റെഡിയാണ്, എല്ലാം ആക്കി വെച്ചിട്ടുണ്ട്. ചോദിക്കുന്ന മുറക്ക്, അതായത് ഇപ്പോൾ ഈ എക്സസ് എമൗണ്ടും കൂടി AS വരണം. അത് വന്നു കഴിഞ്ഞാൽ അവർ TS കൊടുക്കും. TS കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ടെൻഡറും എഗ്രിമെൻറ്റുമാണ്. നമ്മുടെ ഒരു പ്രതീക്ഷ ഡിസംബറിനുള്ളിൽ പണി തുടങ്ങണം എന്നുള്ളതാണ് ഏറ്റവും വലിയ ആഗ്രഹം. അത് ഉദ്ദേശം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ മുന്നോട്ട് നീക്കുന്നു. 4 പേരിൽ നിന്നാണ് സ്ഥലം ഏറ്റെടുക്കുന്നത്. അവർക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകുമെന്ന് പാലക്കാട് കളക്ടറേറ്റ് സീനിയർ സൂപ്രണ്ട് മുരളി പറഞ്ഞു. RFCTLR ആക്ട് പ്രകാരമാണ് നമ്മൾ ഈ ഭൂമി ഏറ്റെടുക്കുന്ന നടപടിയായിട്ട് മുന്നോട്ട് പോകുന്നത്. 29.46 സെൻറ്റ് ഭൂമിയാണ് നമ്മൾ കണ്ണംകുണ്ട് പാലത്തിൻ്റെ നവീകരണമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റെടുക്കാൻ പോകുന്നത്. ആയതിനെ സർക്കാർ അനുശാസിക്കുന്ന രീതിയിലുള്ള എല്ലാ നടപടിക്രമവും എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കി സ്ഥലം ഉടമകൾക്ക് യാതൊരു ഖേദവുമില്ലാത്ത രീതിയിൽ നമ്മൾ കോമ്പൻസേഷൻ വിതരണം ചെയ്യാൻ പ്രതിജ്ഞാബദ്ധരായിരിക്കും എന്നുള്ളത് പറയുന്നത്. സാങ്കേതിക നടപടികൾ പൂർത്തിയാക്കി ഡിസംബർ മാസത്തോടെ പ്രവൃത്തി ആരംഭിക്കാനാവുമെന്നാണ് പ്രതീക്ഷയെന്ന് MLA അറിയിച്ചു. മണ്ണാർക്കാട് തഹസിൽദാർ CC ജോയ്, ഡെപ്യൂട്ടി തഹസിൽദാർ അബ്ദുറഹ്മാൻ, ബ്രിഡ്ജസ് അസിസ്റ്റന്റ് എഞ്ചിനീയർ ഷർമിള, ഓവർസിയർമാരായ അനൂപ് ദാസ്, ശ്രീജിത്ത്, നൌഷാദ് എന്നിവരാണ് ഉദ്യോഗസ്ഥ സംഘത്തിലുണ്ടായിരുന്നത്. കൂടാതെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP സജ്ന സത്താർ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബഷീർ തെക്കൻ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയിഷ B ആറാട്ടുതൊടി എന്നിവരും സ്ഥലത്തെത്തിയിരുന്നു. ഇന്ത്യയിൽ മതന്യൂനപക്ഷങ്ങൾ ഒരുമിച്ച് നിൽക്കേണ്ട കാലമാണ് ഇതെന്ന് MES ചെയർമാൻ ഡോക്ടർ ഫസൽ ഗഫൂർ. തന്നേക്കാൾ വലുതാണ് നേരിടാൻ പോകുന്ന ശക്തിയെന്ന് ആദ്യം മനസ്സിലാക്കണമെന്നും ഐക്യമുണ്ടെങ്കിലേ എന്തും നേടാൻ കഴിയൂ എന്നും ഫസൽ ഗഫൂർ പട്ടാമ്പിയിൽ പറഞ്ഞു. ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ അറസ്റ്റ് ചൂണ്ടിക്കാട്ടിയായിരുന്നു പരാമർശം. സ്വഭാവത്തിന്റെ ഭാഗമാണ്. ഞാനതെപ്പോഴും പറയാറുണ്ട്. കോൺഗ്രസ്സുകാരായ എനിക്ക് ഏറ്റവും ഇഷ്ടം എന്താ വെച്ചാൽ പരസ്യമായിട്ട് നമ്മൾ കോൺഗ്രസ്സുകാരെ വിമർശിച്ചാൽ പോലും അമ്മ എല്ലാവരും കുത്താനൊന്നും വരില്ല. അല്ലെങ്കിൽ ഊരുവിലക്കൊന്നും കൽപ്പിക്കില്ല. ഊരുവിലക്കൊന്നും മനസ്സിലായി. ഞങ്ങൾ ആൾക്കാരുടെ ലംഘനത്തിൽ പണിയുണ്ട്, എന്തെങ്കിലും പറ്റാത്ത പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ തങ്ങൾ അതൊന്നും മൈൻഡ് ചെയ്യാതെ അദ്ദേഹം അങ്ങനെ മുന്നോട്ട് പോകും. അപ്പോൾ അത് പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ CBSE എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്കൂൾ ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ കോഴിക്കോട് രാജാ റെസിഡൻസ് സ്കൂളും പട്ടാമ്പി അബൂബക്കർ യൂത്ത് വിങ്ങിൻ്റെ പ്രസിഡൻ്റായിരുന്ന കാലഘട്ടത്തിൽ എൻ്റെ പിതാവിൻ്റെ കൂടെ ഉണ്ടായിരുന്നതാണ്. അങ്ങനെയാണ് ഇവിടെ ഒരു സ്കൂൾ. NSSനും SNDPക്കും ധൈര്യമില്ലാത്ത സംഭവമാണ് നമ്മൾ ചെയ്തത്. കാരണം നിങ്ങൾക്കറിയാം എയ്ഡഡ് സ്കൂൾ, എയ്ഡഡ് കോളേജ് എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ള ഒരു നമുക്ക് എല്ലാവരും അറിയാം. ഇതല്ലല്ലോ, ഒരു പൈസ പോലും അപ്പോയിൻമെൻറ്റിനോ മറ്റു പണമൊന്നും
സ്വന്തം പ്രയത്നം കൊണ്ട് ഉണ്ടാക്കിയ സ്കൂളുകളാണ് MESൻ്റെ അധികം. MESൻ്റെ സ്കൂളുകളിൽ 26-27 സ്കൂൾ CBSE സ്കൂൾ, വലിയ CBSE സ്കൂളാണ്. തിരൂർ സ്കൂളിൽ ഞങ്ങളുടെ വൈസ് പ്രസിഡന്റ് ഇരിക്കുന്നുണ്ട്. 4000 കുട്ടികളുണ്ട്. അന്നത് ഇവിടെയുണ്ട് ഒരു 3000-അടുത്ത് കുട്ടികൾ. അതേമാതിരി തന്നെ മോണ്ടിസോറി എന്നൊരു സംഭവം വന്നപ്പോൾ അതിവിടെ ഞങ്ങൾ സിംഗപ്പൂരിൽ ഒരു കല ഉണ്ടാക്കി ഇവിടെ കൊണ്ടുപോകും. അങ്ങനെ അനവധി. അതുപോലെ തന്നെ സ്പോർട്സ്, കല ഒക്കെ ഇതിലൊക്കെ തങ്ങൾ വലിയ താല്പര്യം എടുക്കും. മനസ്സിലല്ലേ? നമ്മൾ അറിയാലോ, നമ്മുടെ ആൾക്കാർക്ക് ഇനി മനോജ് ചെയ്യാനെ വിളിച്ചിട്ടുണ്ടെന്ന്, അത് നിങ്ങൾ വിളിച്ചിട്ടുണ്ടെന്ന്. അല്ല, ഊർവശിയും കൂടെ 100 വർഷം ഉണ്ടാവും. മണ്ണാർക്കാട് പൊമ്പ്രയിൽ വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന 3 വയസ്സുകാരിയെ തെരുവുനായ ആക്രമിച്ചു. ബുധനാഴ്ച ഉച്ചയോടെയാണ് സംഭവം. പൊമ്പ്ര തെട്ടുമ്മൽ കാരക്കാട് സഫ്വാന്റെ മകൾ സിജയ്ക്കാണ് തെരുവുനായയുടെ ആക്രമണത്തിൽ പരിക്കേറ്റത്. വീടിന്റെ മുറ്റത്ത് കാറിന് സമീപം കളിക്കുകയായിരുന്ന കുഞ്ഞ് പുറത്തുനിന്നെത്തിയ നായ കാലിൽ കടിക്കുകയായിരുന്നു. മാതാവ് വടിയെടുത്തോടിച്ചിട്ടും നായ കുഞ്ഞിന്റെ കാലിൽ നിന്ന് പിടിവിട്ടില്ലെന്ന് ബന്ധു പറഞ്ഞു. വീടിന്റെ വീട്ടിൽ കാറുണ്ട്, കാറിന്റെ അടിയിൽ നായ കിടക്കായിരുന്നു. വേറൊരു നായ കൂടി ഉണ്ടായിരുന്നു. അതിപ്പോൾ കടിച്ച് വലിച്ചു പിടിച്ച് നമ്മൾ ആളെ എടുത്തപ്പോഴും കൂടി കുട്ടീനെ നായ കിട്ടുന്നുണ്ടായിരുന്നില്ല. അത്രയും ഗൗരവമായിട്ട് നായ കടിച്ച് പിടിച്ചിട്ടുണ്ടായിരുന്നു. കുട്ടിയും വീട്ടുകാരും എല്ലാവരും പേടിച്ച് നാട്ടുകാർ കൂടി വന്നുകൊണ്ടാണ് നായ വെട്ടിയിട്ട് പിന്നെയും നായ അത് 4 വാരം ചുറ്റി പറ്റി നടക്കുന്നുണ്ട്. പരിക്കേറ്റ കുഞ്ഞിനെ മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയ്ക്ക് ശേഷം വിട്ടയച്ചു. ഒരു ചെറിയ ഇടവേള. മറ്റു വാർത്തകൾ നോക്കാം. പെരിന്തൽമണ്ണ പാലൊളിപ്പറമ്പ് ചെത്തനാകുറിശ്ശിയിൽ ജനവാസ മേഖലയിൽ താഴ്ന്നു കിടക്കുന്ന 110 kV വൈദ്യുതി ലൈൻ ആളുകൾക്ക് ഭീഷണിയാകുന്നു. KCB അധികൃതരോട് ആവശ്യപ്പെട്ടിട്ടും പ്രശ്നം പരിഹരിച്ചില്ലെന്ന് നാട്ടുകാർ പരാതിപ്പെട്ടു. ഇത് നേരാക്കി തരിക, അല്ലെങ്കിൽ നിങ്ങൾ ഓഫാക്കിയിടുക. അത് രണ്ടിലൊന്ന് ചെയ്യണം. ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമുള്ളൂ. ഞങ്ങളെ കുട്ടികൾ, ആടുകൾ, കന്നുകൾ, മൂരികൾ ഒക്കെ ഞങ്ങൾക്ക് ഇത് നോക്കാൻ നടക്കണം. ഞങ്ങളെ തോട്ടത്തിൽ ഇറങ്ങിപ്പോരും വേണം. അതുകൊണ്ട് അത് എന്തെങ്കിലും ഒന്ന് ചെയ്യാതെ യാതൊരു ഭാഗമല്ല. കുട്ടി തീർച്ച അതൊക്കെ ചെയ്യുക. അപ്പൊ ഈ അയൽവാസികൾക്കൊക്കെ ബുദ്ധിമുട്ടല്ലേ. 2-3 പ്രാവശ്യം പരാതി പറഞ്ഞു. കുട്ടോല് വന്നു നോക്കണില്ല. കുട്ടികളുടെ ജീവന് ഭീഷണിയാണ്. ഞങ്ങൾ കുട്ടികളൊക്കെ അതിനെ കളിക്കുന്നതാണ്. ഞങ്ങളല്ലേ ഇതിന്റെ പാട്ടില്ല. എന്തായാലും ഈ വിഷയം ഭയങ്കര അപകടമുള്ളതാണ്. അപ്പോൾ അവിടെ നിങ്ങൾ ബന്ധപ്പെട്ട ആളുകളെ വിവരം, അതായത് താഴെക്കോട് ഇലക്ട്രിസിറ്റി വിവരം അറിയിക്കുകയും അവരിത് വന്ന് എത്രയും പെട്ടെന്ന് നേരാക്കിയില്ലെങ്കിൽ ഇവിടെ 100 കണക്കിന് ആളുകൾക്ക് ഇത് ബാധിക്കുന്ന പ്രശ്നമാണ്. അതുകൊണ്ട് പാലോളിപ്പറമ്പ് ചെത്തനാകുറിശ്ശി കുറ്റിപ്പുളിയിലെ ജനവാസമുള്ള ഭാഗത്താണ് 110 kV വൈദ്യുതി ലൈൻ താഴ്ന്നു കിടക്കുന്നത്. 20 വർഷങ്ങൾക്ക് മുമ്പ് സ്ഥാപിച്ച ഈ ഇലക്ട്രിക് ലൈൻ റബ്ബർ തോട്ടത്തിലൂടെയാണ് വലിച്ചിട്ടുള്ളത്. എന്നാൽ ഇതിന് തൊട്ട് റോഡും നിരവധി കുടുംബങ്ങൾ താമസിക്കുന്ന വീടുകളുമുണ്ട്. ഈ ഭാഗത്ത് വളർത്തുമൃഗങ്ങളെ മേയ്ക്കുന്നതും പതിവാണ്. അപകട ഭീഷണിയുള്ളതായി KCB അധികൃതരോട് വിവരമറിയിച്ചപ്പോൾ പ്രശ്നത്തിന്റെ ഗൗരവം അവർ മനസ്സിലാക്കിയില്ലെന്ന് നാട്ടുകാർ പരാതിപ്പെട്ടു. ഇതുമായി ബന്ധപ്പെട്ട് താഴെക്കോട് ഓഫീസിക്ക് പല പ്രാവശ്യം ഞങ്ങൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓലൊക്കെ വന്നു നോക്കാം എന്നുള്ള രൂപത്തിലാണ് പിന്നെ ഓല മറുപടി ഉണ്ടായത്. പിന്നെ തരല്ലാതെ വിളിച്ചപ്പോൾ ഓരോർക്ക് വന്ന് നോക്കി എന്നുള്ളതാണ് ഓല് പറയുന്നത്. നമുക്കറിയാം ഇപ്പോൾ കണ്ടമാനം മരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പല ഭാഗത്തും ഇലക്ട്രിക് പോസ്റ്റുമ്പോൾ തട്ടിയിട്ടുള്ള മരണം, കമ്പി പൊട്ടിച്ചാടിയിട്ടുള്ള മരണം, അതുപോലെ തന്നെ ട്രാൻസ്ഫോർമർ തട്ടിയിട്ടുള്ള മരണങ്ങൾ ഇങ്ങനെ കൂടി നിൽക്കുമ്പോഴും ഞങ്ങൾ ആ വിഷയങ്ങളൊക്കെ അവരോട് പറഞ്ഞാണ്. പലവട്ടം പേർക്ക് ഫോണിൽ വാട്സപ്പിൽ ഫോട്ടോ എടുത്തിട്ട് വാട്സപ്പിൽ വിട്ടുകൊടുത്തിട്ട് അവർ ആ വാട്സപ്പ് പരിശോധിച്ചിട്ട് ഇത് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ള രൂപത്തിലാണ് ഒരു മറുപടി പറഞ്ഞത്. ഇവിടെ പല ആൾക്കാരും നടക്കുന്നതാണ്. റബ്ബർ വെട്ടുകാരുണ്ട്, കന്നുവെക്കലുകാരുണ്ട്, കാലിമേക്കലുകാരുണ്ട്. അതേമാതിരി സാധാരണ 24 മണിക്കൂറും കുട്ടികളും പന്ത് കളിക്കുന്ന കുട്ടികളുണ്ട്. ഇതൊക്കെ അതിൻ്റെ അടുത്തിരുന്നിട്ടാണ്. ഇത് ഉത്തരവാദിത്തപ്പെട്ട ആരാണ് അത് എന്താ ചെയ്യാൻ പറ്റുകയെന്ന് വെച്ചാൽ ഉടനടി ചെയ്യണം എന്നുള്ള ഒരു അഭ്യർത്ഥനയാണ് ഇത് പറയാനുള്ളത്. വൈദ്യുതി ലൈൻ ഇത്ര താഴ്ചയിൽ കിടക്കുമ്പോൾ ഏതു സമയത്തും അപകടത്തിന് കാരണമാകുമെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. നമുക്കറിയാം ഇവിടെ പന്നിനെ നോക്കാൻ വേണ്ടിയിട്ട് രാത്രി കാലങ്ങളിൽ ആളുകൾ തോട്ടത്തിൽ കൂടി ഇറങ്ങി നടക്കുന്നുണ്ട്. അപ്പോൾ ടോർച്ചും വടി എടുത്തിട്ടാണ് പോവുക. ഇത് അഥവാ ചാടി കിടന്നിട്ട് കരിഞ്ഞിട്ട് 2 ദിവസം പിറ്റേന്നൊക്കെ കഴിഞ്ഞപ്പോൾ കണ്ടുപിടിക്കാൻ കഴിയുള്ളൂ. അതുപോലെ തന്നെ നേരം വെളുത്തേക്ക് 4 കാലികൾ, ഇന്നിപ്പോൾ അവർ എന്തോ തിരക്കാറുണ്ട്, 10-15 4 കാലികൾ ഈ പാട്ടിൽ കൂടി ഉണ്ടാവും. അതുപോലെ തന്നെ റബ്ബർ വെട്ടാൻ വരുന്ന ആളുകളുണ്ട്. രാവിലെ 2-3 ആളുകൾ റബ്ബർ വെട്ടാൻ വരുന്നുണ്ട്. 3-4 4 കാലികളോട് നടക്കുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ പന്നികളെ നോക്കാൻ വരുന്ന ആളുകളുണ്ട്. കാരണം അപ്പുറത്തൊക്കെ പച്ചക്കറികളാണ്. അപ്പോൾ ഈ പച്ചക്കറികൾക്കൊക്കെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ഇവർ ഈ തോട്ടത്തിൽ കൂടി നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വിഷയങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ അധികാരികളെ പല പ്രാവശ്യം വിളിച്ചാൽ അപ്പോൾ ഇവർ വരാമെന്ന് പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നത് ഇവർ വന്നിട്ടില്ല. കാരണം വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രശ്നങ്ങൾ, ഇതിൻ്റെ ഗൗരവം അവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. പക്ഷേ അവർ വന്നിട്ടില്ല. കൊപ്പം ഫീഡറിൽ നിന്നും താഴേക്കോട് ഭാഗത്തേക്ക് വൈദ്യുതി കൊണ്ടുപോകുന്ന ലൈനാണിത്.
110 kV ലൈനിലൂടെ ശക്തിയിൽ വൈദ്യുതി പ്രവഹിക്കുന്നതിൻ്റെ ശബ്ദം പല സമയങ്ങളിലും കേൾക്കുന്നതായി നാട്ടുകാർ പറഞ്ഞു. ഭീതിയോടെയാണ് ഇവിടെയുള്ളവർ കഴിഞ്ഞു പോകുന്നത്. അധികൃതർ കണ്ണു തുറന്നാൽ വലിയൊരു ദുരന്തം ഒഴിവാക്കാനാകും. പെരിന്തൽമണ്ണ പോലീസ് സ്റ്റേഷൻ കോടതി റോഡിൻ്റെ മുഖച്ഛായ മാറി. ഇന്റർലോക്ക് കട്ടകൾ പതിച്ച് നവീകരിച്ച് മനോഹരമാക്കിയ റോഡ് ഉദ്ഘാടനം ചെയ്തു. ഈ റോഡിന് ഡിപ്ലോമാറ്റിക് റോഡെന്ന് നാമകരണവും ചെയ്തു. പെരിന്തൽമണ്ണ നഗരത്തിലെ വിവിധ സർക്കാർ ഓഫീസുകളിലേക്കുള്ള റോഡാണ് പട്ടാമ്പി മണ്ണാർക്കാട് റോഡുകളെ ബന്ധിപ്പിക്കുന്ന പോലീസ് സ്റ്റേഷൻ കോടതി റോഡ്. റോഡ് തകർന്നും വിവിധ കേസുകളിൽ പിടിച്ചെടുത്ത തൊണ്ടിവാഹനങ്ങൾ നിറഞ്ഞും കാടുമൂടി കിടക്കുകയായിരുന്നു. ഈ ഭാഗം നഗരസഭ പ്രത്യേകം താൽപ്പര്യമെടുത്ത് തൊണ്ടിവാഹനങ്ങളെല്ലാം നീക്കം ചെയ്ത് നവീകരണ പ്രവൃത്തിയിലൂടെ പുത്തൻ റോഡാക്കി മാറ്റി. 210 മീറ്റർ നീളത്തിൽ ഇന്റർലോക്ക് കട്ടകൾ പതിപ്പിച്ചു. 49 ലക്ഷം രൂപ ചെലവഴിച്ചാണ് നവീകരണം പൂർത്തിയാക്കിയത്. പെരിന്തൽമണ്ണ നഗരത്തിലെ ഡിപ്ലോമാറ്റിക് റോഡായാണ് ഇനി ഈ റോഡിനെ അറിയപ്പെടുക. നഗരസഭാ ചെയർപേഴ്സൺ പി ഷാജി ഡിപ്ലോമാറ്റിക് റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഡിപ്ലോമാറ്റിക് റോഡിന്റെ ഉദ്ഘാടനം ഇവിടെ നിർവഹിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ പെരിന്തൽമണ്ണയിലെ മുഴുവൻ ആളുകളും എല്ലാവരും ഒരുപോലെ ആഗ്രഹിച്ചിരുന്ന ഒരു റോഡിന്റെ ഉദ്ഘാടനമാണ് ഇപ്പോൾ നടത്തി കഴിഞ്ഞിട്ടുള്ളത്. വളരെ ശോച്യാവസ്ഥയിൽ കിടന്നിരുന്ന റോഡിനെ നഗരസഭ ഏറ്റെടുത്ത് 49 ലക്ഷം രൂപ ചെലവഴിച്ച് ഈ നാട്ടിലെ മുഴുവൻ ആളുകൾക്കും വളരെ ഭംഗിയായി സഞ്ചരിക്കാനും മറ്റു കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റാവുന്ന രീതിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് ജനങ്ങൾക്കായി സമർപ്പിക്കുകയാണ്. ഇതിന് പ്രൊട്ടക്ട് ചെയ്യേണ്ടത് നമ്മുടെ നാട്ടിലെ ജനങ്ങളാണ്. അതിനുവേണ്ടി നാട്ടുകാർക്കായി ഇത് സമർപ്പിക്കുക. വൈസ് ചെയർപേഴ്സൺ എ നസീറ, പെരിന്തൽമണ്ണ സബ് കളക്ടർ അപൂർവ ത്രിപാഠി, ഡിവൈഎസ്പി എ പ്രേംജിത്ത്, സർക്കിൾ ഇൻസ്പെക്ടർ സുമേഷ് സുധാകരൻ, നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷരായ കെ ഉണ്ണികൃഷ്ണൻ, മുഹമ്മദ് ഹനീഫ, ദച്ചിയിൽ മൻസൂർ, അഡ്വക്കേറ്റ് ഷാൻസി, അമ്പിളി മനോജ്, പ്രതിപക്ഷ നേതാവ് പച്ചേരി ഫാറൂഖ്, നഗരസഭാ സെക്രട്ടറി മിത്രൻജി, കൗൺസിലർമാർ, നഗരസഭാ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ, ബാർ കൗൺസിൽ പ്രതിനിധികൾ, വ്യാപാര സംഘടനാ ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. വർഷങ്ങളായിട്ട് ഡിപ്പാർട്ട്മെന്റലിസത്തിന്റെ ഭാഗമായിട്ട് മറികടക്കാൻ കഴിയാതിരുന്ന ഒരു സംഭവത്തെ ഇച്ഛാശക്തിയുള്ള ഒരു ഭരണകൂടം വരികയും അതിനനുസൃതമായിട്ട് ഉദ്യോഗസ്ഥരുടെ സഹായവും കൂടിയപ്പോൾ ഒരു വലിയ സംഭവം പെരിന്തൽമണ്ണയിൽ നടന്നു കഴിഞ്ഞു. വർഷങ്ങളായിട്ട് പെരിന്തൽമണ്ണയിൽ നിന്ന് അടിഞ്ഞുകൂടിയിരുന്ന വാഹനങ്ങളൊന്നും മാറ്റാൻ കഴിയാത്ത ഡിപ്പാർട്ട്മെന്റലിസം അതിനെ മറികടന്നു എന്ന് മാത്രമല്ല 3 ഘട്ടങ്ങളിലായി നഗരസഭ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഈ പ്രവൃത്തി 2 ഘട്ടവും പൂർത്തിയാക്കി. 3ാമത്തെ ഘട്ടം എന്ന് പറയുന്നത് മനോഹരമാക്കുകയാണ്. ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് മുഴുവൻ വൈകുന്നേരങ്ങളിലും രാവിലെകളിലും ഒഴിവുള്ള സമയങ്ങളിലൊക്കെ അവരുടെ വ്യായാമവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഓപ്പൺ ജിമ്മ്, മറ്റ് മനോഹരമായ പാർക്കാണ് ഇനി ഒഴിഞ്ഞ സ്ഥലത്ത് നിർമ്മിക്കാൻ പോകുന്നത്. പെരിന്തൽമണ്ണ നഗരസഭയുടെ വികസന പ്രവർത്തനങ്ങളിലെ ഒരു പൊൻതൂവൽ കൂടിയാണ് ഡിപ്ലോമാറ്റിക് റോഡ് എന്നറിയപ്പെടുന്ന ഈ റോഡ് എന്ന്. പോലീസ് സ്റ്റേഷൻ, സബ് ജയിൽ, കോടതി, മിനി സിവിൽ സ്റ്റേഷൻ, AO ഓഫീസ്, എക്സൈസ് തുടങ്ങി വിവിധ വകുപ്പ് തല കാര്യാലയങ്ങൾ സ്ഥിതി ചെയ്യുന്ന പെരിന്തൽമണ്ണയുടെ നയതന്ത്ര പ്രധാന റോഡായതുകൊണ്ടാണ് ഈ റോഡിന് ഡിപ്ലോമാറ്റിക് റോഡ് എന്ന് നാമകരണം ചെയ്തത്. റോഡിൻ്റെയും പ്രദേശത്തിൻ്റെ ആകെയും മുഖച്ഛായ മാറ്റി ഏറ്റവും മികച്ച രീതിയിലാണ് നവീകരണം പൂർത്തിയാക്കിയത്. അനിവാര്യമായതും പെരിന്തൽമണ്ണ ആഗ്രഹിച്ചതുമായ മാറ്റമാണ് ഇതിലൂടെ യാഥാർത്ഥ്യമായതെന്ന് നാട്ടുകാർ പറഞ്ഞു. ഈ റോഡ് മണ്ണാർക്കാട് പട്ടാമ്പി റോഡുകളെ ബന്ധിപ്പിക്കുന്ന ഈ റോഡ് അതിപുരാതന കാലം മുതൽ ഉണ്ടെങ്കിൽ കൂടിയും എല്ലാ കാലത്തും ജീർണാവസ്ഥയിലാണ്. കാൽനട യാത്രക്കാർക്ക് പോലും വളരെയധികം പ്രയാസമേറിയ ഒരു റോഡായിരുന്നു ഇന്ന് വരെ ഈ റോഡ്. ഇന്ന് പെരിന്തൽമണ്ണ പട്ടണത്തിൻ്റെ മുഖച്ഛായ മാറ്റാൻ ഉതകുന്ന രീതിയിൽ തന്നെ ഈ റോഡ് ഇന്റർലോക്ക് പതിച്ച് അതിമനോഹരമാക്കിയിരിക്കുന്നു പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റി. പരിസ്ഥിതി സംഘടനയായ ഗ്രാഫിൻ്റെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര കടുവാ ദിനത്തോടനുബന്ധിച്ച് അട്ടപ്പാടി ചുരം പ്ലാസ്റ്റിക് മാലിന്യമുക്തമാക്കി. സൈലന്റ് വാലി നാഷണൽ പാർക്ക് ഭവാനി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ എൻ ഗണേശൻ ഉദ്ഘാടനം ചെയ്തു. ആനവായി ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ PT രാജൻ, സൈലന്റ് വാലി ഡ്രൈവേഴ്സ് യൂണിയൻ പ്രസിഡന്റ് മുസ്തഫ, MES കല്ലടി കോളേജ് പ്രൊഫസർ ഡോക്ടർ ജൂലിയ, ഗ്രാഫ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഷ്റഫ് മാളിക്കുന്ന്, സംസ്ഥാന കോർഡിനേറ്റർ രതീഷ് സൈലന്റ് വാലി, കരുവാര EDC പ്രസിഡന്റ് രാജേഷ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു ചുരത്തിൽ ശുചീകരണം നടത്തിയത്. വൃക്ഷത്തൈകളും നട്ടുപിടിപ്പിച്ചു. ചുരത്തിൽ പ്ലാസ്റ്റിക് മാലിന്യം നിക്ഷേപിക്കുന്നവർക്കെതിരെ വനം വകുപ്പ് കേസെടുക്കുന്നുണ്ട്. എങ്കിലും മാലിന്യത്തിന് കുറവില്ല. പ്രകൃതിയെ മലിനമാക്കരുതെന്ന മുദ്രാവാക്യമുയർത്തിയാണ് ശുചീകരണ പ്രവർത്തനം നടത്തിയതെന്ന് സംഘടനാ പ്രതിനിധികൾ അറിയിച്ചു. ഫോറസ്റ്റ് വാച്ചർമാർ, NMR വാച്ചർമാർ, മണ്ണാർക്കാട് MES കല്ലടി കോളേജിലെ NSS വാളണ്ടിയേഴ്സ്, സൈലന്റ് വാലി ഡ്രൈവേഴ്സ് EDC മെമ്പർമാർ, ഗ്രീൻ റെസ്ക്യൂ ആക്ഷൻ ഫോഴ്സ് പരിസ്ഥിതി സംഘടനയിലെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി സംഗീത, ഡയറക്ടർ ബോർഡ് മെമ്പർ മുഹമ്മദ് അഷ്റഫ് തുടങ്ങിയവരും സന്നദ്ധ പ്രവർത്തനത്തിൽ പങ്കാളികളായി.
ശബരിമല നിറമഹോത്സവത്തിന് ആനമങ്ങാട് കുന്നിമേൽ ഭഗവതി ക്ഷേത്രത്തിലെ കതിർക്കറ്റകൾ സന്നിധാനത്ത് സമർപ്പിച്ചു. പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ ഭക്തർ എഴുന്നള്ളിച്ച നെൽക്കതിർ ശബരിമല മേൽശാന്തി എൻ അരുൺകുമാർ നമ്പൂതിരിയെ ഏൽപ്പിച്ചു. ഇത് രണ്ടാം വർഷമാണ് ആനമങ്ങാട് കുന്നിമേൽ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും ശബരിമല നിറമഹോത്സവത്തിന് കതിർക്കറ്റകൾ കൊണ്ടുപോയത്. ജൂലൈ 30 ബുധനാഴ്ചയാണ് ശബരിമലയിലെ നിറപുത്തരി ഉത്സവം നടന്നത്. ശബരിമലയിലെ നിറപുത്തരി മഹോത്സവത്തിന് രണ്ടാം വർഷവും മലപ്പുറം ജില്ലയിലെ ആനമങ്ങാട് കുന്നിമേൽ ഭഗവതി ക്ഷേത്രം കതിർക്കറ്റകൾ സന്നിധാനത്ത് സമർപ്പിച്ചു. ചൊവ്വാഴ്ച വൈകിട്ട് 5:30 മണിയോടെ ആനമങ്ങാട് കുന്നിമേൽ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും എത്തിയ സംഘം ശബരിമല മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരിയെ നെൽക്കതിർ ഏൽപ്പിച്ചു. വ്രതമെടുത്ത ഭക്തസംഘം കതിർക്കറ്റകളേന്തി പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെയാണ് ശബരിമലയിലെത്തിയത്. ചൊവ്വാഴ്ച രാവിലെ 10 മണിയോടെ സംഘം പമ്പയിലെത്തി. കലാമണ്ഡലം പ്രകാശിന്റെ നേതൃത്വത്തിൽ 15ഓളം കലാകാരന്മാർ ചേർന്ന് പമ്പ ഗണപതി കോവിലിൽ പഞ്ചവാദ്യം അവതരിപ്പിച്ചു. പമ്പ ഗണപതി, ശ്രീരാമസ്വാമി, ശ്രീപാർവതി, ഹനുമാൻ സ്വാമി, നാഗരാജാവ്, കന്നിമൂല ഗണപതി എന്നീ ഉപദൈവങ്ങൾക്ക് ഭക്തസംഘം പുഷ്പമാല ചാർത്തി. ഘോഷയാത്രയായി വൈകിട്ട് 5 മണിയോടെ സന്നിധാനത്തെത്തി. സന്നിധാനത്തും മാളികപ്പുറത്തും ആനമങ്ങാട് നിന്നെത്തിയ സംഘം പഞ്ചവാദ്യം അവതരിപ്പിച്ചു. ഭക്തർ ശബരിമല ശാസ്താവിനും മാളികപ്പുറത്തമ്മയ്ക്കും ആദിമൂല ഗണപതിക്കും പുഷ്പഹാരം ചാർത്തി. ബുധനാഴ്ച രാവിലെ ശബരിമല നിറമഹോത്സവം കഴിഞ്ഞാണ് സംഘം മടങ്ങിയത്. ക്ഷേത്ര കമ്മിറ്റി സെക്രട്ടറി MP മുരളി, NV കരുണാകരൻ, K മുരളീധരൻ, PK സുരേന്ദ്രനാഥ്, ഉണ്ണി കുത്തുകല്ലിങ്ങൽ, മനോജ് VP, സജൻ ചെറുങ്ങോട്ടിൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് ശബരിമലയിൽ നെൽക്കതിർ സമർപ്പിച്ച് മടങ്ങിയത്. ഞായറാഴ്ച രാവിലെ ആനമങ്ങാട് കുന്നിമേൽ ഭഗവതി ക്ഷേത്രത്തിലും നിറപുത്തരി ഉത്സവ ചടങ്ങുകൾ നടന്നിരുന്നു. ക്ഷേത്രം തന്ത്രി എടത്തമൂത്തേടത്ത് നാരായണ നമ്പൂതിരി, മേൽശാന്തി തെക്കുംപറമ്പത്ത് വാസുദേവൻ നമ്പൂതിരി എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ക്ഷേത്രത്തിലെ ചടങ്ങുകൾ നടന്നത്. ചോറ്റാനിക്കരയിലേക്കും നിറയുത്സവത്തിന് ഇവിടെ നിന്നും കതിർ കൊണ്ടുപോയി. തിങ്കളാഴ്ച വൈകിട്ടാണ് ഭക്തസംഘം ശബരിമലയിലേക്ക് ദൈവനാമങ്ങൾ ജപിച്ച് കതിർ കറ്റകളുമായി പുറപ്പെട്ടത്. തട്ടകത്തിലെ ഭക്തജനങ്ങൾ സംഘത്തെ യാത്രയാക്കി. 22ാമത് KPS മേനോൻ സ്മാരക സംസ്ഥാന ഷട്ടിൽ ബാഡ്മിൻ്റൺ റാങ്കിംഗ് ടൂർണമെൻറ്റിന് ഒറ്റപ്പാലത്ത് തുടക്കമായി. 5 ദിവസങ്ങളിലായി നടക്കുന്ന ടൂർണമെൻറ്റ് സംഗീതജ്ഞൻ സ്റ്റീഫൻ ദേവസി ഉൾപ്പെടെ പ്രമുഖർ ചേർന്ന് ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. ഒറ്റപ്പാലം KPS മേനോൻ മെമ്മോറിയൽ ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ചാണ് ടൂർണമെൻറ്റ് നടക്കുന്നത്. ജൂലൈ 30 മുതൽ ഓഗസ്റ്റ് 3 വരെയാണ് മത്സരങ്ങൾ നടക്കുക. സംസ്ഥാനത്ത് നിന്നുള്ള 399 പേർ മത്സരത്തിൽ പങ്കെടുക്കും. ഫൈനൽ മത്സരം അടക്കം 389 മത്സരങ്ങൾ 5 ദിവസങ്ങളിലായി അരങ്ങേറും. പ്രശസ്ത സംഗീതജ്ഞൻ സ്റ്റീഫൻ ദേവസി, KBSA സെക്രട്ടറി മുഹമ്മദ് താരിഖ്, ട്രഷറർ ബിനുരാജ്, CSN ട്രസ്റ്റ് ചെയർമാൻ PT നരേന്ദ്രമേനോൻ, ഡോക്ടർ KS മേനോൻ, KP മോഹൻകുമാർ തുടങ്ങിയ പ്രമുഖർ ചേർന്ന് ഭദ്രദീപം കൊളുത്തി ടൂർണമെൻറ്റ് ഉദ്ഘാടനം ചെയ്തു. ഓഗസ്റ്റ് 3 നടക്കുന്ന സമാപന ചടങ്ങ് അഡ്വക്കേറ്റ് K പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്യും. ഒറ്റപ്പാലം പാലപ്പുറം ചിനക്കത്തൂർക്കാവിൻ്റെ പടിഞ്ഞാറെ മൈതാനിയിലേക്ക് പ്രധാന പാതയിൽ നിന്നും പ്രവേശിക്കുന്ന ഭാഗത്തെ ചാലിൻ്റെ സ്ലാബ് തകർന്നത് പരിഹരിച്ചു. പൊതുമരാമത്ത് വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ഇരുമ്പ് ഗ്രില്ല് ഇട്ടാണ് പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കണ്ടത്. പാലക്കാട് കുളപ്പുള്ളി പാതയിൽ നിന്നും ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കുന്ന മൈതാനിയിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്തെ അഴുക്കുചാലിന് മുകളിലുള്ള സ്ലാബാണ് തകർന്നിരുന്നത്. നിരവധി വാഹനങ്ങൾ ഗ്രൗണ്ടിലേക്കും തിരിച്ചും പോകുന്ന വഴിയിൽ സ്ലാബ് തകർന്നത് അപകട ഭീഷണി ഉയർത്തുന്നതായുള്ള വാർത്ത കഴിഞ്ഞ ദിവസം മലബാർ ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. പ്രശ്നം പൊതുമരാമത്ത് വകുപ്പിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതായി വാർഡ് കൗൺസിലർ A അനിതയും അറിയിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് പൊട്ടിയ സ്ലാബുകൾ മാറ്റി ഇരുമ്പ് ഗ്രില്ല് സ്ഥാപിച്ച് ശാശ്വത പരിഹാരം കണ്ടത്. പ്രശ്നം അറിയിച്ച ഉടൻ കൃത്യമായ നടപടിയെടുത്ത പൊതുമരാമത്ത് വകുപ്പ് അധികൃതരോട് നന്ദിയുണ്ടെന്ന് വാർഡ് കൗൺസിലർ A അനിത പറഞ്ഞു. നമ്മുടെ ഭാഗത്ത് ചിനക്കത്തൂർ ഭാഗത്ത് എന്തായാലും നിരന്തരമായിട്ടുള്ള സ്ലാബിൻ്റെ വിഷയം പ്രശ്നങ്ങൾ രൂക്ഷമായിരുന്നു. അത് ഞാൻ നിരന്തരം നമ്മൾ PWDയിൽ അറിയിക്കുകയും അതിനനുസരിച്ച് അവർ മാറ്റി തരികയും ചെയ്തിരുന്നു. അത് ഒരു നിരന്തരമായിട്ടുള്ള ഒരു സ്ലാബ് ആയിരുന്നില്ല, പൊട്ടൽ കൂടുതലായിരുന്നു. പിന്നെ ഈ വഴിക്ക് ഒരുപാട് ലോഡ് വണ്ടികൾ കയറി ഇറങ്ങുന്നതുകൊണ്ട് പലപ്പോഴും പ്രശ്നങ്ങൾ കൂടുതലാണ്. അപ്പോൾ ഇത്തവണത്തേൽ നമ്മൾ ലാസ്റ്റ് റിപ്പോർട്ട് ചെയ്തതിൽ അവർ ഇന്നലെ വൈകിട്ട് ഉച്ചയോടുകൂടി
നമുക്കൊരു ഗ്രില്ല് പണിത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അത് എന്തായാലും നല്ല രീതിയിൽ ഇന്നലെ തന്നെ വലിയ വണ്ടികൾ കയറി ഇറങ്ങിയപ്പോൾ നമ്മൾ ട്രയൽ കൂടി നോക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നല്ല രീതിയിൽ തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ PWD ഓഫീസർക്കും അതുപോലെ ജീവനക്കാർക്കും അത് അറിയിക്കാൻ നമ്മുടെ കൂടെ സപ്പോർട്ടീവായിട്ട് നിന്ന് നാട്ടുകാർക്കും മുന്നറിയിക്കും. മറ്റൊരു ഇടവേള കൂടി. കൂടുതൽ വാർത്തകൾ നോക്കാം. പാലക്കാട് ജില്ലയിലെ കണ്ടെയ്ൻമെൻറ് സോണുകളിലേക്ക് സർക്കാർ പ്രഖ്യാപിച്ച ഭക്ഷ്യധാന്യ കിറ്റുകൾ തയ്യാറാക്കി മണ്ണാർക്കാട്ട് MES കോളേജിലെ NSS വളണ്ടിയർമാർ. കണ്ടെയ്ൻമെൻറ് സോണുകളിലെ BPL കാർഡുടമകൾക്കാണ് ഭക്ഷ്യധാന്യ കിറ്റ് വിതരണം ചെയ്തത്. മണ്ണാർക്കാട് താലൂക്ക് സപ്ലൈകോ കോർപ്പറേഷനും മണ്ണാർക്കാട് റവന്യൂ ഡിപ്പാർട്ട്മെന്റിന്റെയും നേതൃത്വത്തിൽ 4000 കിറ്റുകളാണ് പാക്ക് ചെയ്തത്. മണ്ണാർക്കാട് MES കല്ലടി കോളേജിലെ 50-ലധികം വരുന്ന NSS വിദ്യാർത്ഥികളാണ് പാക്കിംഗ് പൂർത്തിയാക്കിയത്. കിറ്റിൽ ഉൾപ്പെട്ട അരി, പഞ്ചസാര, മുളകുപൊടി, ഉപ്പ്, കടല, ഉഴുന്ന്, ചെറുപയർ, ചായപ്പൊടി, റവ, ഗോതമ്പ്, കടുക്, പരിപ്പ് തുടങ്ങിയവയാണ് പാക്ക് ചെയ്യുന്നത്. ആദ്യഘട്ടത്തിൽ 400-ലധികം വരുന്ന കിറ്റുകൾ സന്നദ്ധ സംഘടനകളുടെ നേതൃത്വത്തിൽ നൽകിയതിന്റെ പാക്കിംഗ് ചുമതലയും NSSനായിരുന്നു. കോളേജിലെ ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ച് വളണ്ടിയർമാരായ വിദ്യാർത്ഥികൾ ഒരാഴ്ചയായി സന്നദ്ധ പ്രവർത്തനത്തിലാണ്. ഞങ്ങൾ MES കല്ലടി കോളേജിലെ NSS വളണ്ടിയേഴ്സ് ആണ്. അപ്പൊ ഞങ്ങൾ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നിപ്പയെ തുടർന്ന് കണ്ടെയ്ൻമെന്റ് സോൺ ആക്കിയ വാർഡുകളിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷ്യവസ്തുക്കൾ പാക്ക് ചെയ്യുന്നതിന്റെ തിരക്കിലാണ്. ആദ്യം ഞങ്ങളൊരു 400 കിറ്റിന്റെ അടുത്ത് പാലക്കാടിലെ സന്നദ്ധ സംഘടനകൾക്ക് വേണ്ടിയിട്ട് പാക്ക് ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഗവൺമെന്റിന്റെ ഒരു പദ്ധതിയാണ് ഒരു 4000 കിറ്റ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ വളണ്ടിയേഴ്സ് എല്ലാവരും അതിൽ എൻഗേജ്ഡ് ആണ്. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 80% അടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. 2 ദിവസത്തിനുള്ളിൽ കഴിയുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും അതിന്റെ പുറകിലാണ്. കുമരമ്പത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് രാജനാമ്പാളത്ത്, കോളേജിലെ NSS പ്രോഗ്രാം ഓഫീസർമാരായ ഷെരീഫ്, ഡോക്ടർ ജൂലിയ എന്നിവരാണ് വാളണ്ടിയർമാർക്ക് നേതൃത്വം നൽകിയത്. മണ്ണാർക്കാട് സപ്ലൈകോ ഡിപ്പോ മാനേജർ വിജയകുമാർ, അസിസ്റ്റന്റ് മാനേജർ ഗോപാലൻ, ഔട്ട്ലെറ്റ് മാനേജർ അബ്ദുൽ ഗഫൂർ, സപ്ലൈകോ സ്റ്റാഫ് അംഗങ്ങൾ തുടങ്ങിയവരും ഒപ്പമുണ്ട്. വനത്തിനുള്ളിലെ മാധ്യമപ്രവർത്തനം സംബന്ധിച്ച് നിലമ്പൂരിൽ മാധ്യമ ശില്പശാല സംഘടിപ്പിച്ചു. വനത്തിനുള്ളിലെ മാധ്യമപ്രവർത്തനം എന്ന വിഷയത്തിൽ വനം വന്യജീവി വകുപ്പ് സാമൂഹ്യ വനവൽക്കരണ വിഭാഗമാണ് ഏകദിന ശില്പശാല സംഘടിപ്പിച്ചത്. വനത്തിനുള്ളിലേക്ക് മാധ്യമപ്രവർത്തകർ യാത്രയും നടത്തി. വനമേഖലയിലെ മാധ്യമപ്രവർത്തനത്തിന് മാർഗനിർദ്ദേശങ്ങൾ രൂപീകരിച്ച് സർക്കാരിന് സമർപ്പിക്കുന്നതിന് സംസ്ഥാന തലത്തിൽ മീഡിയ കമ്മിറ്റി രൂപീകരിച്ചിരുന്നു. ഇതിൻ്റെ ഭാഗമായാണ് നിലമ്പൂരിൽ ശില്പശാല സംഘടിപ്പിച്ചത്. നിലമ്പൂർ KFRI സബ് സെന്റർ ഓഡിറ്റോറിയത്തിൽ നടന്ന ശില്പശാല കോഴിക്കോട് നോർത്തേൺ സർക്കിൾ സാമൂഹ്യ വനവൽക്കരണ വിഭാഗം കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് R കീർത്തി ഉദ്ഘാടനം ചെയ്തു. മാധ്യമ പ്രവർത്തകർക്ക് ആദ്യമായിട്ട് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ പറയുന്നു. ഇന്ന് നിങ്ങൾക്ക് ഒരു വളരെ നല്ലൊരു ഇന്ററാക്റ്റീവ് സെഷനുണ്ട് കുഞ്ഞികൃഷ്ണൻ സാറിൻ്റെയും ബാലൻ മാധവൻ സാറിൻ്റെയും. അത് കഴിഞ്ഞ് ഒരു ക്യാമ്പും ഉണ്ട് എന്ന് മനസ്സിലാക്കി. അതുകൊണ്ട് അധികം ഞാൻ വലിച്ചു നീട്ടുന്നില്ല. നിങ്ങളിന്ന് എന്താ പറയുക, ഈ ഒരു നല്ലൊരു എനർജറ്റിക് ആൻഡ് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു സെഷനും അതിന് പുറമെ നല്ലൊരു ക്യാമ്പും നിങ്ങൾക്ക് ഇന്നുണ്ട്. അപ്പം അതെല്ലാം എൻജോയ് ചെയ്യണം, ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കണം. എന്തായാലും ഈ ഒരു പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു. നിലമ്പൂർ നോർത്ത് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ P ധനേഷ് കുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. നിലമ്പൂർ സൗത്ത് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ G ധനിക് ലാൽ, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ K മുഹമ്മദ്, മലപ്പുറം പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് S മഹേഷ് കുമാർ, സാമൂഹ്യ വനവൽക്കരണ വിഭാഗം ഡെപ്യൂട്ടി ഫോറസ്റ്റ് കൺസർവേറ്റർ KA മുഹമ്മദ്, സൈനുൽ ആബിദീൻ, നിലമ്പൂർ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ A അനിൽകുമാർ എന്നിവർ സംസാരിച്ചു. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് സുവോളജി വിഭാഗം റിട്ടയർഡ് അസോസിയേറ്റ് പ്രൊഫസർ E കുഞ്ഞികൃഷ്ണൻ, വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ മാധവൻ, മാധ്യമപ്രവർത്തകൻ അനീഷ് ചാലിയാർ എന്നിവർ വിവിധ വിഷയങ്ങളെ ബന്ധപ്പെടുത്തി ചർച്ചയ്ക്ക് നേതൃത്വം നൽകി. 50ഓളം മാധ്യമപ്രവർത്തകർ ശില്പശാലയിൽ പങ്കെടുത്തു. ശില്പശാലയ്ക്ക് ശേഷം വനത്തിലേക്ക് മാധ്യമപ്രവർത്തകരുടെ യാത്രയും സംഘടിപ്പിച്ചു. കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിൽ തൊഴിലുറപ്പ് പദ്ധതി ഓഡിറ്റിന്റെ ഭാഗമായി പബ്ലിക് ഹിയറിംഗ് നടന്നു. പ്രസിഡന്റ് KM ഹനീഫ ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ KK ഷൗക്കത്ത് അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷൻ അനസ് പമ്പ്ര, ബ്ലോക്ക് പ്രോഗ്രാം ഓഫീസർ ഷാനീർ, പഞ്ചായത്ത് സെക്രട്ടറി രാജശ്രീ, കൃഷി അസിസ്റ്റന്റുമാരായ റാണി പ്രിയ, മുസ്തിരി, സോഷ്യൽ ഓഡിറ്റ് ബ്ലോക്ക് റിസോഴ്സ് പേഴ്സൺ അജിത, വാർഡ് മെമ്പർമാർ എന്നിവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മണ്ണാർക്കാട് നഗരസഭയിൽ ഗുണഭോക്തൃ ലിസ്റ്റിൽ ഉൾപ്പെട്ട മുഴുവൻ കുടുംബങ്ങൾക്കും വീട് അനുവദിക്കാൻ കൗൺസിൽ തീരുമാനം.
ഗുണഭോക്തൃ പട്ടികയ്ക്ക് സർക്കാർ അനുമതി വൈകുന്ന സാഹചര്യത്തിലാണ് പ്രഖ്യാപനം. ഭവന നിർമ്മാണത്തിനുള്ള തുക പൂർണ്ണമായും നഗരസഭ നേരിട്ട് വഹിക്കും. നിപ കരിമ്പുഴ പഞ്ചായത്തിൽ ഭക്ഷ്യക്കിറ്റ് വിതരണവുമായി ബന്ധപ്പെട്ട ക്രമക്കേടിൽ പഞ്ചായത്തിന് പങ്കില്ലെന്ന് പ്രസിഡന്റ്. കണ്ടെയ്ൻമെന്റ് സോണുകളിലെ എല്ലാ കുടുംബങ്ങൾക്കും ഭക്ഷ്യധാന്യ കിറ്റ് നൽകാൻ ആവശ്യപ്പെട്ടിരുന്നു. തനിക്കെതിരെ ഉയരുന്ന ആരോപണങ്ങൾ രാഷ്ട്രീയ പ്രേരിതമെന്നും പ്രസിഡന്റ് KM ഹനീഫ. അലനല്ലൂർ കണ്ണംകുണ്ട് പാലം യാഥാർത്ഥ്യത്തിലേക്ക്. ഈ ഡിസംബർ മാസത്തോടെ പ്രവൃത്തികൾ ആരംഭിക്കാനാകുമെന്ന് N ഷംസുദ്ദീൻ MLA. സ്ഥലം ഏറ്റെടുക്കുന്നതിന്റെ ഭാഗമായി MLAയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും പ്രദേശം സന്ദർശിച്ചു. ഇന്ത്യയിൽ മതന്യൂനപക്ഷങ്ങൾ ഒരുമിച്ച് നിൽക്കേണ്ട കാലമാണിതെന്ന് MES ചെയർമാൻ ഡോക്ടർ ഫസൽ ഗഫൂർ. തന്നേക്കാൾ വലുതാണ് നേരിടാൻ പോകുന്ന ശക്തിയെന്ന് തിരിച്ചറിയണം. മണ്ണാർക്കാട് തത്തേങ്ങലത്ത് പുള്ളിപ്പുലിയെ ചത്ത നിലയിൽ കണ്ടെത്തി. കുന്തിപ്പുഴയിലാണ് അഴുകിയ നിലയിൽ ജഡം കണ്ടത്. സൈലന്റ് വാലിയിൽ നിന്നും ഒഴുകി വന്നതാവാമെന്ന നിഗമനം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.